ഈ ഒരു കൈക്കോട്ട് വാങ്ങി തന്നതിന് ശേഷം ഇതിന് റെസ്റ്റ് ഇല്ല കേട്ടോ. അതൊരു ചെറുതാണ്, നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ മൂർച്ചയൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം പുല്ലൊക്കെ ചെത്തിക്കോരാൻ പറ്റും. അപ്പോൾ പിള്ളേർ കളിക്കാൻ വേണ്ടി പുറത്തിറക്കിയത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ വെള്ളം വീഴുന്ന സ്ഥലത്ത് നിറച്ച് പുല്ല് മുളയ്ക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചെത്തിക്കൂരിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു തേങ്ങ വിളിക്കാണ്ടായിരുന്നു. ഒരു 3-4 ഒരുമിച്ചാണ്ട് പൊളിച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല, അതിന് ഒരു 3-4 ദിവസത്തിന് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതും കഴിഞ്ഞ് ഗേറ്റും അടച്ചതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് കുറച്ച് പാത്രം കഴുകിയൊക്കെയുണ്ട്. ഇവർ ഈ ചോറുണ്ണുമ്പോൾ ഞാൻ തിന്നുന്ന നേരത്ത് തിന്നൂലാട്ടോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ തിന്ന് തീരാനൊരു നേരമാവും. പിന്നെ എനിക്കിൻ്റെ പണി കഴിഞ്ഞ് പിന്നെയും കേൾക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അവിടെ വെക്കാൻ പറയും. പിന്നെ വൈകുന്നേരത്ത് വന്നിട്ടാണ് ഞാൻ കഴുകട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മറത്തേക്ക് വന്നിട്ട് നമുക്ക് വൈകുന്നേരത്തെ പണികൾ ഓരോന്നോരോന്നായിട്ട് തീർക്കണം. ഈ ഒരു സമയത്താണ് കിലുവും കുടുവൊക്കെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ അവരുടെ സൈക്കിൾ ഓട്ടുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ റോഡിൻ്റെ സൈഡൊന്ന് അടിച്ച് വാരിയിട്ട് തീ എത്തിക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെയായിട്ട് അടിച്ച് വാരി കത്തിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു വീട് കാണാൻ തന്നെ ഒരു ഐശ്വര്യമില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളേൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോഴികളൊക്കെ ഇങ്ങനെ കൂടുമുളയാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല് വിചാരിച്ചിരിക്കുന്നത് ഞാനെന്തെങ്കിലും തിന്നാട്ട് കൊടുക്കാമെന്ന്. ഞാൻ അവിടെ നിന്നിട്ട് വിളക്ക് തേച്ച് ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും കുടുവെങ്കിലൊക്കെ മേലേക്ക് വന്ന് പിന്നെ അത് വിളക്കും കത്തിച്ചിട്ടുണ്ട്. ഇവലുള്ള ദിവസം ഇവലാട്ടാ കത്തിക്കുക. ചിലപ്പം കുടുവെങ്കിലിനൊക്കെ മടിയാവും, അപ്പം ഞാൻ കത്തിക്കും. പിന്നെ അത് വിളക്ക് കത്തിക്കുന്നിടത്തുനിന്ന് നാമം ചെല്ലാനുള്ള തല്ലാണ്. ആ ഒരു സമയത്താണ് ഞാനിരുന്ന് ഏട്ടനോട് നാളത്തേക്ക് വേണ്ട സാധനമൊക്കെ വിളിച്ച് പറയും.